ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ ആദ്യമായി തന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വളരെയധികം വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസിൽ ഇരിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. മുന്നറിയിപ്പുകളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അലേർട്ട് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയ്ക്കധികം നമ്മൾ ഓരോ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഓരോരുത്തരും. അപ്പം എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക. ഓക്കെ, നമ്മുടെ 10th പ്രിലിംസിന്റെ ഫസ്റ്റ്, തേർഡ്, ഫോർത്ത് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജിന്റെ ക്യാൻസൽ ആയതാണ് നടക്കാനുള്ളത് 22nd അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേജിൽ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇത്രയും കഴിഞ്ഞ സ്റ്റേജസിന്റെ ഒരു എക്സാം പേപ്പർ ഒക്കെ കണ്ടിട്ട് അതിന്റെ ഒരു അനാലിസിസിന്റെ ബേസിസിൽ എത്രയൊക്കെ നമുക്ക് കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാം, അപ്പോൾ ആരൊക്കെ മെയിൻസിന് പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് മെയിൻലി ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതിനു മുൻപ് ഞാൻ ആദ്യമേ ഒരു കാര്യം കാണിച്ചു തരട്ടെ. ഇത് ആക്ച്വലി ഞാൻ നമ്മുടെ കമ്പനി ബോർഡ് LGSനൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് മെയിൻസ് വരെ കണക്കാക്കി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനലിന്റെ ലെവൽ 2 മെമ്പർഷിപ്പിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന NCERTയുടെ നോട്ട് ഞാൻ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു 3 ചാപ്റ്റേഴ്സിന്റെ +2 കൺസേൺഡ് ആയിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതിൽ ഇത്രയും പോയിന്റ്സുകൾ പറഞ്ഞില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റത്തേൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ യുറേനിയം നിക്ഷേപം വെച്ചിട്ട് ഏത് ശിലകളിലാണ് യുറേനിയം നിക്ഷേപം, ഇതൊക്കെ പക്കാ NCERT ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ 4ാമത്തെ സ്റ്റേജിൽ ഇപ്പൊ ഞാൻ ജസ്റ്റ് 2-3 മാത്രം പറയുന്നതേ. നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ പ്രക്ഷേപണം 1923, ഇതൊക്കെ ഞാൻ ഈ നോട്ടിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഞാൻ ലെവൽ 2 എൻ്റെ ചാനലിന്റെ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് മെയിൻസ് വരെ കണക്കാക്കിയിട്ടാണ് ഞാനത് എന്ന് വെച്ചാൽ ഞാൻ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇങ്ങനത്തെ NCERT അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സിന്റെ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ. അതുപോലെ കറണ്ട് അഫയേഴ്സിന്റെ ഞാൻ ഇതേപോലെ ഒരു നോട്ട് തയ്യാറാക്കി അതിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിലൂടെ നിങ്ങൾക്ക് അത് ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ നോക്കാനാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതായത് ഫുള്ള് നോക്കി തീരില്ല. NCERT എന്നൊക്കെ പറയുന്നതാണെങ്കിലും കംപ്ലീറ്റ് നോക്കി തീരുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് എഴുതി തയ്യാറാക്കിയതാണ്. ഇനിയും കുറച്ച് നമ്മൾ എഴുതി തയ്യാറാക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് മെയിൻസിനാണെങ്കിലും ഇനി ഏത് എക്സാമിനാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ചാനലിലെ ലെവൽ 2 മെമ്പർഷിപ്പ് എടുക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അനാലിസിസിലോട്ട് കിടക്കാം. ഓൾ ടുഗദർ ഈ സ്റ്റേജ് 1 ആണ് അത്യാവശ്യം ടഫ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം NCERT എന്നുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു, വേറെയും ചില ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പേപ്പർ എഴുതിയാലും 70 അബവ് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിരുന്നാലും എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, അവരുടെ ആ ഒരു സ്റ്റേജിന്റെ കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാത്തിനും സെപ്പറേറ്റ് ആണോ? അല്ല, ഓരോ സ്റ്റേജിനും സെപ്പറേറ്റ് കട്ട് ഓഫ് അല്ല, മൊത്തത്തിൽ ഒരു കട്ട് ഓഫ് ആയിരിക്കും. പക്ഷെ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കിടക്കുന്നത് കൊണ്ട് അതിന്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടാൻ പോകുന്നത് സ്റ്റേജ് 1 തന്നെയായിരിക്കും. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഓക്കെ, അതും ഒരു ഭയങ്കര ഈസി എന്നുള്ളത് ഞാൻ പറയില്ല. ഓക്കെ, ഒരു മോഡറേറ്റ് ലെവൽ. സ്റ്റേജ് 2 അല്ല കേട്ടോ, 3. സ്റ്റേജ് 4 അതെ, ഒരു മോഡറേറ്റ് ലെവൽ എന്നൊക്കെ പറയാം. അതായത് ഒരു LGS ലെവലിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറേയധികം എളുപ്പമുള്ള ക്വസ്റ്റൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ധാരാളം എളുപ്പമുള്ള ചോദ്യങ്ങൾ സ്റ്റേജ് 3-ലും 4-ലും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതിൽ സ്കോർ ചെയ്യാൻ പറ്റാതെ പോകുന്ന ചില ഏരിയാസിൽ അത് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ മോഡറേറ്റ് ലെവൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓരോരുത്തരുടെ എന്താണ് എഴുതിയ ഒരു ഇത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ മെജോറിറ്റി പക്ഷെ പറയുന്നത് സ്റ്റേജ് 3 എളുപ്പം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് ഓരോരുത്തരുടെ ഇത്. എന്നിരുന്നാലും 2 പേപ്പറിൽ ഇപ്പോൾ സ്റ്റേജ് 3 ആണെങ്കിൽ 80 ഒക്കെ എന്തായാലും അറിയുന്നത് മാത്രം ചെയ്താൽ പോലും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റേജ് 4 ആണെങ്കിലും എന്തായാലും ഒരു എന്താ പറയാ 70 above ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ വരിക. ഇപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ഘട്ടം എഴുതുന്നവര് തീർച്ചയായിട്ടും ഈ പറയുന്ന 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒന്ന് നല്ലോണം അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതും കൂടെ കൂട്ടിയിട്ടാണ് ആ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ സെറ്റാക്കി നോക്കിക്കോ. അതിനോട് റിലേറ്റ് ചെയ്തും ഉള്ള കണ്ടന്റുകളും അപ്പോൾ പഠിച്ചു പോയിക്കോ. അവരത് തന്നെ കുറേയൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇനി വരുന്ന ലെവലിൽ ഭയങ്കരമായിട്ട് NCERT ചോദിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ അത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള സ്റ്റേജിൽ അത്രയും ലെവലിൽ ചോദിക്കാനൊന്നും നിർബന്ധമില്ല. പക്ഷേ 4th സ്റ്റേജിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന രീതിയിൽ ഒരു NCERT കണ്ടന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എണ്ണം കുറയാം. മനസ്സിലായോ? NCERT എന്നുള്ള ചോദിക്കുന്ന ആ ചോദ്യങ്ങളുടെ എണ്ണമൊക്കെ കുറയാം. നമുക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം അത്രയും ഏരിയാസ് അപ്പോൾ കവേർഡ് ആകും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ കാര്യം. പിന്നെ NCERT ലെവൽ എന്ന് പറയുന്നത് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ളതിന്റെ മാത്രം ഒന്ന് NCERT പറ്റുമെങ്കിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ അതും നിർബന്ധിക്കില്ല ഒരിക്കലും. കാരണം NCERT എന്ന് പറയുന്ന കണ്ടന്റ് ചുരുങ്ങിയ ദിവസം കൊണ്ട് നോക്കി തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അത്രയ്ക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കേവലം ഒരു ചുരുങ്ങിയ ദിവസം കൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും, എസ്പെഷ്യലി ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. അത് വളരെ ഷോർട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ പെട്ടെന്നൊന്ന് നോക്കാം. എന്നാലും അതിനും ഒരു പരിമിതി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും വേണ്ടത് മാത്രം നല്ല രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച NCERT അങ്ങനത്തെ നോട്ട് പോലെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് നിങ്ങൾക്ക് ഒന്ന് നോക്കി വെക്കാം, ഇൻ കേസ് ചോദിച്ചാലോ എന്നുള്ളത് വെച്ചിട്ട്. ഓക്കെ, അല്ലാണ്ട് ഫുൾ കംപ്ലീറ്റ് ഇപ്പൊ തന്നെ NCERT കംപ്ലീറ്റ് നോക്കുക എന്നുള്ളത് നിങ്ങൾ അത്രയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
നിങ്ങൾക്ക് ഈ NCERT കണ്ടന്റ് വളരെയധികം റാങ്ക് മേക്കിംഗ് ആകാൻ പോകുന്നത് മെയിൻസിനായിരിക്കും. കാരണം മെയിൻസിന്റെ ഇതിൽ ഈ കണ്ടന്റുകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ റാങ്ക് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഈ കുട്ടി കുട്ടി നോട്ട്സുകൾ തന്നെ ധാരാളമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ അത്രയ്ക്കധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ ഞാൻ ഇങ്ങനെ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് എന്റെ ചാനലിന്റെ ലൈവ് ടു മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആക്സസ് ചെയ്യാൻ ഭാഗത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അത് ത്രൂ എല്ലാം ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അത് കൺസേൺ ആയിട്ടുള്ളവർ മാത്രം അത് എന്ത് ചെയ്യും, പഠിച്ചു പൊക്കോളും. പിന്നെ SCERT പക്കയായിട്ട് നോക്കിക്കോട്ടെ. 5 to 10 ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിന്റെയും റിലേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കിക്കോ. അവർ മുക്കും മൂലയൊക്കെ പറക്കി ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും 4th സ്റ്റേജിൽ ഒരു ചാപ്റ്ററിലെ ജസ്റ്റ് ഒരു കൊട്ടേഷൻ ആണ് എടുത്തത്. ആ കൊട്ടേഷൻ തന്നെ. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു LGS ലെവലിൽ ഈ കൊട്ടേഷൻസ് ഒക്കെ അവരെടുത്ത് ചോദിക്കും, സാധ്യതയുണ്ട്. കാരണം നമ്മൾ പല പേപ്പറിലും കണ്ടിട്ടുണ്ട്, അത് ഡിഗ്രിക്കൊക്കെ അവർ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണത്. ടെക്സ്റ്റിലുണ്ട് എന്നുള്ളതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിന്റെ ഒക്കെ കംപ്ലീറ്റ് നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. ടെക്സ്റ്റിലെ ഫാക്ട്സ് നമുക്ക് വേണ്ടതാണ്, ചോദിച്ചിരിക്കും. 100% ഷുവർട്ടിയിൽ ഞാനത് പറയാണ്. ആക്ച്വലി SCERTക്ക് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കണ്ട. നമ്മൾ പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കുമെങ്കിലും SCERT കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഈ 10th പ്രിലിംസ് അതുപോലെ മെയിൻസ് ലെവലിനൊക്കെ നമുക്ക് വേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ പ്രിലിംസ് ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന്റെ ഞാൻ എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്ത വീഡിയോ ക്ലാസ്സസിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇനി ഈ ഒരു പ്ലേലിസ്റ്റും അതുപോലെ ഇനി അതൊരു മെയിൻസ് ലെവൽ, അതായത് നെക്സ്റ്റ് ഒരു ഘട്ടം എന്ന് പറയുന്ന മെയിൻസ് ആണല്ലോ, മെയിൻസിന്റെ അവസാനം വരെ നിങ്ങൾക്ക് വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കത് ഇപ്പോഴാണെങ്കിലും എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. അതിന് എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഇതിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസ് വരെ ഇത് കിട്ടുന്നതായിരിക്കും. ഇതിൽ ഡെയിലി പ്രാക്ടീസ് സെഷൻ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസും ഈ പറയുന്ന വീഡിയോ ക്ലാസ്സും SCERTയുടെ ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്യാപ്സ്യൂൾ നോട്ട്സ് ഉണ്ടാവും. അത്രയും മതി, ഇറ്റ്സ് എനഫ്. ഓക്കെ, നിങ്ങൾക്ക് മെയിൻസ് ആണെങ്കിലും പാസ് ആവാൻ അത്രയും മാത്രം മതി. ഓക്കെ, അപ്പോൾ അതാണ് SCERTനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് പറയട്ടെ. നമ്മളിപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ പേപ്പറും ക്യാൻസൽ ആയത് ഉൾപ്പെടെ നമുക്ക് 70 എബവ് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റേജിന്റെ മാത്രം ഒന്ന് ഞാൻ മാറ്റി നിർത്താണ്. ഞാൻ പറഞ്ഞ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇവരുടെ മാത്രം കേസിൽ ഒരു 62 ഒക്കെ സ്കോർ ചെയ്തവരുണ്ട് എങ്കിൽ തന്നെ, 60 എബവ് ഒക്കെ സ്കോർ ചെയ്തവരുണ്ടെങ്കിൽ തന്നെ എന്താണ്, ഒന്ന് സെറ്റാക്കി നോക്കി തുടങ്ങിക്കോളുക. അത്യാവശ്യം ഫസ്റ്റ് സ്റ്റേജിൽ എത്ര ഈ പറയുന്ന 60 അല്ലെങ്കിൽ ഒരു 65 മുകളിലൊക്കെ കിട്ടിയവർക്ക് എന്തായാലും ഒന്ന് പഠിച്ചു തുടങ്ങുക മെയിൻസിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പലരുടെയും എക്സാമിന്റെ അനാലിസിസ് ഒക്കെ കണ്ടു. ഇത്രയും കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച് പറയുന്ന കേട്ടോ, ഇത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്. പിന്നെ ബാക്കി സ്റ്റേജ് പറയുന്നത് ഒബ്വിയസ്ലി നിങ്ങൾ 70 എബവ് കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിച്ചോളൂ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം തന്നെ അത്രയും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു, 75 സംതിങ് ആയിരുന്നു. പിന്നെ അത്രത്തോളം ഒഴിവുണ്ട് എന്നുള്ള പക്ഷം അവർ മാക്സിമം ആൾക്കാരെ എന്ത് ചെയ്യാം, പ്രിലിംസ് കടത്തിവിടാൻ നോക്കാം. പക്ഷെ ഇത്രത്തോളം പേര് എഴുതുന്ന ഒരു എക്സാം ആണ്. അതിൽ തീർച്ചയായിട്ടും വേക്കൻസി എത്രയും ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ ആൾക്കാർ കൂടുതൽ വേണം എന്നുള്ള പക്ഷം കട്ട് ഓഫ് അത്യാവശ്യം എന്ത് ചെയ്യാം, അവരൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ചെയ്യാം. അല്ലാത്ത പക്ഷം നല്ല കൂടാൻ തന്നെ ചാൻസ്. അപ്പോൾ ഒരു 70 എബവ് ഒക്കെ എന്തായാലും കട്ട് ഓഫ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫൈനൽ ആൻസർക്ക് ഡിലീഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ വന്ന് എത്രത്തോളം ബാധിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നതിൽ ഒരു 70 എബവ് ഒക്കെ ഉള്ളവരൊന്ന് അത്യാവശ്യം നോക്കി തുടങ്ങിക്കോളൂ. അതിൽ തെറ്റില്ല. പിന്നെ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം ഏത് എക്സാമിനാണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ബാക്കി സ്പെഷ്യൽ ടോപ്പിക്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ സബ്ജക്ട്സ് കയറി വരുന്ന എക്സാമിന് അതൊന്ന് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു എക്സാം ടൈം ആകുമ്പോൾ എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. റിസൾട്ട് എന്ന് പറയുന്നത് വേഗം തന്നെ വരും കേട്ടോ പ്രിലിംസിന്റെ. ഇപ്പോൾ ഇത് കഴിഞ്ഞിരുന്നു എങ്കിൽ, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിരുന്നു എങ്കിൽ ഒബ്വിയസ്ലി നേരത്തെ വരേണ്ടതാണ്. കാരണം മെയിൻസിന്റെ എക്സാം ഡേറ്റ് നിങ്ങൾ നോക്കുമ്പോൾ അവർ ഫസ്റ്റ് ഒരു ഷെഡ്യൂൾ ഇടുമല്ലോ, അതിൽ കൊടുത്തിട്ടുള്ളത് ഒക്ടോബർ ടു ഡിസംബറിൽ മെയിൻസ് പരീക്ഷ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് എന്തെങ്കിലും എന്താണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോഴാണല്ലോ ഈ ചേഞ്ചസ് വരിക. അല്ലാത്ത പക്ഷം ഇവർ ഇത് അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ഒക്ടോബർ ടു ഡിസംബർ, അതിൽ ഡിസംബർ നമുക്കൊരു നവംബർ ഡിസംബർ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കാര്യം മനസ്സിലാക്കാം, ജനുവരി ആദ്യം തന്നെ ഇതിന്റെയൊക്കെ തുടങ്ങാം. കാരണം അത്രത്തോളം വേക്കൻസീസ് ഉണ്ട് ഇതിന്. പെട്ടെന്ന് തന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇതിന്റെ അപ്പോയിന്റ്മെന്റ്സ് നടക്കും എന്നതാണ് കേൾക്കുന്നത്. സോ അത്രയ്ക്ക് ഇതാണ് LGSന്റെ ലെവലിൽ പറയുകയാണെങ്കിൽ കേട്ടോ, LGSന്റെ കേസിൽ പറയുകയാണെങ്കിൽ. പിന്നെ അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ കേസിലാണെങ്കിൽ ഏകദേശം ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ 70 or 72 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബെവ്കോ LDC എന്ന് പറയുന്നത് LGSന്റെ അത്രയും ഇല്ലാത്തത് കൊണ്ടും ഒഴിവുകളുടെ ഒരു കുറവുള്ളത് കൊണ്ടും പിന്നെ എത്ര പേര് അപ്ലൈ ചെയ്ത് LDC ആണല്ലോ, എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ളത് അറിയില്ല. ഇതിന്റെ മെയിൻസ് എക്സ്ട്രീംലി നമ്മുടെ VFAയുടെ പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ VFA എന്ന് പറയുന്ന ഒറ്റ എക്സാമിന് പഠിച്ചാൽ തന്നെ LDCക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന് ഏകദേശം എനിക്കൊരു എബവ് ഒക്കെ പ്രതീക്ഷിക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 73 ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് എൻ്റെ വ്യൂ പോയിന്റ് മാത്രമാണ്. നമ്മളുടെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഡിലീഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എങ്കിൽ ഒബ്വിയസ്ലി ഇതിൽ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഒരു 70 എബവ് ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം,
പഠിച്ചു തുടങ്ങുക. സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 3, സ്റ്റേജ് 4 ഒക്കെ ഉള്ളവർ കേട്ടോ. പിന്നെ സ്റ്റേജ് 1 ഞാനൊരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മുടെ PSC ആണ്, നമുക്കറിയില്ല അവരെന്ത് അടിസ്ഥാനത്തിലാണ് ഇനി ഇത് മൊത്തത്തിൽ അറേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി ഇത്രയും മാർക്ക് കിട്ടിയില്ലല്ലോ, അപ്പം ഇനി ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾക്കിപ്പോൾ കിട്ടിയൊരു മാർക്ക് അതിപ്പോൾ 60 എബവ് ആയിക്കൊള്ളട്ടെ, 65 എബവ് ഒക്കെ എത്രയാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഇനി VFA നോക്കുന്നുണ്ടെങ്കിൽ ആ VFAക്ക് കണക്കാക്കി കൃത്യമായിട്ട് നല്ലവണ്ണം പരിശ്രമിക്കുക. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഇയറിലുള്ള LDC ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിന് നല്ല കട്ടയ്ക്ക് പിടിച്ചോളുക. ഓക്കെ, നിങ്ങൾക്ക് ഈ മാർക്സ് ഒക്കെ നല്ലവണ്ണം ഇമ്പ്രൂവ് ആകും. മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് നെഗറ്റീവ് നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മൾ ആ ഒരു ലൂപ്പിൽ തന്നെ ഇരുന്ന് കറങ്ങും, നമ്മൾ നിൽക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും ആ LGS പ്രിലിംസ് ലാസ്റ്റ് സ്റ്റേജിന് വേണ്ടിയിട്ടാണെങ്കിലും മെയിൻസ് വരെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾക്ക് അതിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വിസിബിൾ ആകും എൻ്റെ ചാനലിൻ്റെ എന്താ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൂടെയൊക്കെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.